ഹേ ഓൾ, നമുക്ക് കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് കണ്ടാലോ? ഞാൻ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ എന്നൊക്കെ പർച്ചേസ് ചെയ്ത കുറച്ച് ഇയറിങ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അഫോർഡബിൾ ആണ്, ഫങ്ഷൻ വെയർ ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് എനിക്ക് ഓക്കെ എന്ന് ഫീൽ ചെയ്ത കുറച്ച് ഇയറിങ്സ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വൺ ഈ ഒരു ഇയറിംഗ് ആണ്. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു ഇയറിംഗ് ആയിരുന്നു. മെറൂൺ കളേർഡ്, അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ ഫംഗ്ഷൻ വെയർ ഇയറിംഗ് ആണ്. ലൈറ്റ് വെയ്റ്റഡ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ ഒരു ഹെവി ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കുറേ കളേഴ്സ് മീഷോയിൽ അവൈലബിൾ ആണ്. ബട്ട് ഞാൻ ഈ ഒരു കളറായിരുന്നു പർച്ചേസ് ചെയ്തത്. എനിക്ക് ഒരു റെഡ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നല്ല ഇയറിംഗ് ആണ്, ക്വാളിറ്റി വൈസ് ഓക്കെ ആണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ആണ്. ഇതിന് എനിക്കൊന്ന് 200 ആണ് വരുന്നത്, 199 ആണ് വരുന്നത്. വർത്ത് ഫോർ ദി മണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതെ, ബിക്കോസ് എന്താണോ കണ്ടത് സെയിം ആസ് ഷോൺ അതായിരുന്നു വന്നത്. അപ്പോൾ എന്തായാലും വർത്ത് ഫോർ ദി മണിയാണെന്ന് ഞാൻ പറയും. ദെൻ ഇതാണ് അടുത്തൊരു ഇയറിംഗ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഓൾമോസ്റ്റ് 1 year ആയി ഞാനിത് വാങ്ങിച്ചിട്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഇയറിംഗ് ആണ്, ബിക്കോസ് നമുക്കിത് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടിയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇയറിംഗ് ആണ്. ഫംഗ്ഷൻ വെയർ ആണ്. കാണുമ്പോൾ തോന്നും ഭയങ്കര വെയിറ്റ് ഉണ്ട്, ബട്ട് ഇത് ലൈറ്റ് വെയ്റ്റഡ് ആണ്. എനിക്കൊന്നും മുന്നേ കാണിച്ച ഇയറിങ്ങിനാണ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത്. അത്രയും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് വരുന്ന ഇയറിംഗ് ആണ്. കാണുമ്പോൾ ഒരു ഹെവി ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിത് സിമ്പിൾ കുർത്തീസിൻ്റെ കൂടെ, അതുപോലെ തന്നെ സിമ്പിൾ വെയേഴ്സിൻ്റെ കൂടെ നമുക്ക് എന്താ ഈ ഒരു ഇയറിംഗ് പെയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ലുക്ക് തോന്നൂല. എന്തായാലും ഈ ഒരു ഇയറിംഗ് ഭയങ്കര ഒരു ഹെവി ഫീൽ ആയതുകൊണ്ട് നമുക്കങ്ങനെ തോന്നൂല. അതുകൊണ്ട് ഫംഗ്ഷൻ വെയർ ആയിട്ട് മസ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണിത്. നല്ല രസമുണ്ട്, വൈറ്റ് കളറാണ്. ഇതിൻ്റെ കുറേ കളേഴ്സൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഈ ഒരു കളറ് ഞാനിതേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനിത് വാങ്ങിക്കുമ്പോൾ എനിക്കൊന്ന് 400-500 എങ്ങാച്ചായിരുന്നു ഞാൻ വാങ്ങിച്ചത്. കാരണം ഇതിൻ്റെ വേറൊരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഇയറിംഗ് മാത്രം വാങ്ങിക്കുന്ന സമയത്ത് മറ്റേതില്ലേ മാട്ടി, ആ സാധനമായിരുന്നു ഇതിൻ്റെ കൂടെ വന്നത്. ബട്ട് ഇയറിംഗ് മാത്രം നോക്കുന്ന സമയത്ത് 300 സംതിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതെ ഈ ഒരു ഇയറിംഗ് ആണ്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് 2 years ബാക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഫംഗ്ഷൻ വെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വെയർ അല്ല. നമുക്ക് ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇയറിംഗ് ആണ്. നോർമൽ ബ്ലാക്ക് ജുംക ഇയറിംഗ് ആണിത്. നല്ല രസമുണ്ട്, കാണാനായിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റഡ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ പൈസ ആയിക്കഴിഞ്ഞാലും 200 സംതിങ്ങേ വരുന്നുള്ളൂ. 200 എത്രയാണ് വരുന്നത്. മീഷോന്നായിരുന്നു ഞാനിത് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇതാണ്. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോങ് ഇയറിംഗ് ആണ്. ഞാൻ ഇതും മീഷോ തന്നെയായിരുന്നു പർച്ചേസ് ചെയ്തത്. ഇത് കുറച്ച് റീസെൻ്റ് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ഇയറിംഗ് ആണ്. അപ്പോൾ ഗ്രീൻ കളറാണ്, അതുപോലെ തന്നെ ബ്രാസ് മെറ്റലിൻ്റെ ഇയറിംഗ് ആണിത്. കാണാനായിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടായിരുന്നു ഓർഡർ ചെയ്തത്. ബട്ട് വന്നപ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കണ്ടപ്പോൾ. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ആ ഒരു ഫീലായിരുന്നു. പിന്നെ ലൈറ്റ് വെയ്റ്റഡ് ആണ്, ഫംഗ്ഷൻ വെയേഴ്സിനൊക്കെ പറ്റുന്ന സ്യൂട്ടാവുന്ന ഒരു ഇയറിംഗ് തന്നെയാണ്. നമുക്കിത് ഗ്രീൻ, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലാക്ക്, ഈവൻ നമുക്ക് ഇപ്പോൾ റോസ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അവിടെ ഒരു വൈറ്റ് പേള് മാതിരി ഒരു സംഭവമാണ് അതിൻ്റെ എൻഡിങ്ങിൽ, അതുപോലെ തന്നെ സൈഡിലൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട്. ആ ഒരു പാറ്റേൺ ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല രസമുള്ള ഇയറിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഷോയിൽ. പിന്നെ റിട്ടേൺ ഒക്കെ നമുക്ക് ഉണ്ട്, വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ഇഷ്ടമായിട്ടില്ലെങ്കിൽ. അപ്പോൾ നല്ല ഇയറിംഗ് തന്നെയാണ് ഇതും. പിന്നെ അതെ ഈ ഒരു ഇയറിംഗ് ആണ്. ഇത് ഞാൻ മിന്ത്രയിൽ പർച്ചേസ് ചെയ്ത ഇയറിംഗ് ആണ്. വൈറ്റ് കളറാണ്, ഗോൾഡ് പ്ലേറ്റഡ് ആണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഇയറിംഗ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ടും. ഫംഗ്ഷൻ വെയറിന് സ്യൂട്ടായിട്ടുള്ള ഇയറിംഗ് തന്നെയാണ് ഇതും. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇയറിംഗ്. അജിയോ, മീഷോ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ഇയറിംഗ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ഇയറിംഗ് ആണ്. ഇതിൻ്റെ റെഡ് കളറും അവൈലബിൾ ആണ്, ബട്ട് ഞാൻ ഈ ഒരു വൈറ്റാണ് വാങ്ങിച്ചത്. ബിക്കോസ് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടിയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ, അതുകൊണ്ട്. പിന്നെ ലൈറ്റ് വെയ്റ്റഡ് ആണ്, എത്നിക് വെയേഴ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ഇയറിംഗ് ആണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 450 ആണ്. എന്നാൽ നമുക്ക് കാണിച്ച സെയിം സാധനമായിരുന്നു റിസീവ് ആയത്. പിന്നെ ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെയാണ്. കാരണം ഞാൻ ഇത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്റ്റോൺ വർക്ക്സ് ആയാലും നല്ല ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല റിസൾട്ട് ഇയറിംഗ് ആയിരുന്നു. ദെൻ ലാസ്റ്റ് വൺ ഇതാണ്. ഇതും ചാൻബാലി ഇയറിംഗ് ആണ്. ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ഇയറിങ്സും ചാൻബാലിയാണ്, എക്സെപ്റ്റ് ആ ഒരു ബ്ലാക്ക് ജുംക, അതുപോലെ തന്നെ ആ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ. ബാക്കിയൊക്കെ ഈ ചാൻബാലി ഇയറിംഗ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഇയറിംഗ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 350 ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. ബട്ട് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഒരു പിങ്ക് കളറായിരുന്നു. ഒരു പിങ്ക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പിങ്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്, ഒരു ബേബി പിങ്ക് കളർ. ബട്ട് വന്നത് ഈ ഒരു സംഭവമാണ്, ഒരു ലാവൻഡർ കളറായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് വന്നത്.
അപ്പോൾ ഞാൻ ഇങ്ങനെയിലൂടെ പെയർ ചെയ്തു, മിസ് മാച്ച് ചെയ്യുന്നുണ്ടെന്നാൽ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇയറിങ്. ഇതിൻ്റെ തന്നെ കുറേ ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും മീഷോയിൽ അവൈലബിൾ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.